എല്ലാവർക്കും നമസ്കാരം. ഓപ്ഷൻ ബയ്യിങ്ങിൽ നഷ്ടം സംഭവിച്ചവർ ഇവിടെ വരും. ഞങ്ങൾ ദിവസവും നല്ല പ്രോഫിറ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ പറഞ്ഞാൽ പണത്തിൻ്റെ ചാകര എന്ന് വരെ പറയാം. താഴെ ലിങ്കുണ്ട്, കയറി വരൂ. വെറുതെ ഒന്ന് കയറി വന്ന് നോക്കൂ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന്. എത്രയോ ആളുകൾ ഓപ്ഷൻ ബയ്യിങ്ങിലൂടെ പണം നഷ്ടപ്പെട്ട് വളരെയധികം വേദനയോടെ ഇരിക്കുന്നു. കറക്റ്റായ സമയത്ത് കറക്റ്റായ എൻട്രി, കറക്റ്റായ എക്സിറ്റ് നമ്മുടെ സിദ്ധാന്തമാണത്. നമ്മൾ യാതൊന്നിനെക്കുറിച്ചും പേടിക്കുകയോ ടെൻഷനിക്കുകയോ വേണ്ട. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി 6-7 വർഷക്കാലം പഠിച്ചുകൊണ്ട് പിന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങി ട്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ എത്രയോ ട്യൂട്ടർമാരുണ്ട്. ആരുടെയെങ്കിലും കൂടെ ഫോളോ ചെയ്താൽ മതി. വെറുതെ 6-7 വർഷം സമയം കളഞ്ഞിട്ട് പഠിക്കണം, എല്ലാം പഠിക്കണം, നല്ലതാണ്. അതായത് തമിഴിലൊരു ചൊല്ലുണ്ട്, കർക്ക കസഡ്രെ നിൽക്ക അതർക്ക തക. അതായത് നമ്മൾ എല്ലാം പഠിക്കണം, നന്മയും തിന്മയും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കണം. പക്ഷേ അതർക്ക തക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കാനും നമ്മൾ പഠിക്കണം. നന്മയും തിന്മയും പഠിച്ചിട്ട് തിന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം പഠിക്കുക. എത്രയോ ഓപ്ഷൻ ബയേഴ്സിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളുണ്ട്, സെല്ലേഴ്സിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ഇക്വിറ്റി, എല്ലാ രീതിയിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആരുടെയെങ്കിലും കൂടെ കോഴ്സ് എടുത്ത് പഠിക്കാം. അതോടൊപ്പം തന്നെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ ആരെങ്കിലും ഒരാളെ ഫോളോ ചെയ്തുകൊണ്ട് സമയം കളയാതെ, ദിവസങ്ങളും പൈസയും നഷ്ടപ്പെടുത്താതെ, മാനസിക പിരിമുറുക്കം അനുഭവിക്കാതെ, അവർ പറയുന്നതിനനുസരിച്ച് 3-4 കാളുകളെടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട്. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കൂ, ഞങ്ങൾ ചാനലിൽ 8ഓളം കോളുകളാണ് കൊടുത്തത്. അതിൽ ഒരെണ്ണം വന്നിട്ട് പിന്നെ ലോസുമില്ല, പ്രോഫിറ്റുമില്ല, കോസ്റ്റിൽ എക്സിറ്റായി. അതേസമയം 6 ഒരെണ്ണം ലോസായി, 5 പ്രോഫിറ്റാണ്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും അല്ല, ഒരുപാട് ദിവസങ്ങളായിട്ട് ഉള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്ന്, താഴെ ലിങ്ക് ഉണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് കയറിയിട്ട് പ്രീവിയസ് ഡേയ്സിലേക്ക് ഒന്ന് പോയി നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കൂ, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വിലയിരുത്തൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അതിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ. നിഫ്റ്റി ഇന്ന് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. എല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ് അടച്ചത്. ഇന്ന് നല്ലൊരു അപ്പ് ട്രെൻഡിലായിരുന്നു നിഫ്റ്റി. ഒരു ട്രെൻഡ് ലൈനിലൂടെ തന്നെ സഞ്ചരിച്ചു. 22,000 ഒരു യാത്രയിലാണെന്ന് തോന്നുന്നു. 2024 പിറക്കുമ്പോഴേക്കും 22,000 ടച്ച് ചെയ്യും. നാളെ തന്നെ ടച്ച് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളത്തേക്കുള്ള ഇൻട്രാഡേ സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യമായി ബർഗർ പെയിൻ്റാണ്. ഈ ഒരു ലെവൽ പലതവണ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. ഇവിടെ നിന്നൊക്കെ രണ്ടാമതൊരു ലോ ക്രിയേറ്റ് ചെയ്ത് പിന്നെ വീണ്ടും അപ്പ് വന്ന് പിന്നെ ഇവിടെയും ട്രൈ ചെയ്യാൻ നോക്കി, ബ്രേക്കൗട്ട് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വീണ്ടും ഇവിടുന്ന് ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും അപ്പ് സൈഡ് വന്ന് നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 599 നമുക്കൊരു ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 596 വയ്ക്കാം. 604 വരെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റോക്ക് ഇൻഫിയാണ്. ഇതും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല ഇതൊരു ഭാഗം ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ടച്ചായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു ട്രെൻഡ് ലൈനും കൂടിയാണ്. ഈ ഭാഗങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നാളെ നമുക്കിത് 1571 ബൈ ചെയ്യാം. 1565 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1577 മുതൽ 1573 വരെ ടാർഗറ്റ് വയ്ക്കാം. ഈ 2 സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഞങ്ങളുടെ കൂടെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ടെലഗ്രാമിൻ്റെ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ.